ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അവൾ ഏഷ്യൻ ടൈമിലോട്ട് വരാൻ കാരണമായ ആ ബ്രിഡ്ജിൻ്റെ മേലെ ഒരു പൂള് പോലെ ഉണ്ടാക്കി അതിലോട്ട് ചാടി അവൾ തിരിച്ചു പോവാൻ ശ്രമിക്കുന്നതാണ്. ആ വെള്ളത്തിലോട്ട് ചാടിയെങ്കിലും അവൾക്ക് മോഡേൺ ടൈംസിലോട്ട് പോവാൻ കഴിഞ്ഞില്ല. അവൾ ഒരുപാട് സങ്കടപ്പെട്ടു. എന്താ പോവാൻ കഴിയാത്തതെന്ന് അവൾക്ക് തീരെ മനസ്സിലായിട്ടില്ല. ബ്രിഡ്ജ് മാറിയിട്ടുമില്ല. അന്നത്തെ പോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇന്നും ചാടിയത്. അന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചാടിയപ്പോൾ ഞാൻ നേരെ ഏഷ്യൻ ടൈമിലോട്ട് വന്നു. ഇന്ന് ചാടുമ്പോൾ ഞാൻ തിരിച്ചു പോവാത്തത് എന്താ? പോവാനുള്ള മാർഗം ഇതല്ലേ? അതോ എനിക്ക് പോവാൻ സമയമായില്ലേ എന്ന് കരുതി ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുമ്പോഴാണ് കുറെ പട്ടാളക്കാർ മിനിസ്റ്റർ ലീയുടെ വീട്ടിലോട്ട് പോകുന്നത് കണ്ടത്. പാലസിലെ പട്ടാളക്കാർ എന്തിനാണ് മിനിസ്റ്റർ ലീയുടെ വീട്ടിലോട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളും അവരെ ഫോളോ ചെയ്തു. കനാൽ നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തതിന് മിനിസ്റ്റർ ലീയെ അറസ്റ്റ് ചെയ്യാൻ വന്നതായിരുന്നു അവര്. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞിരുന്ന് കണ്ട നമ്മുടെ ഹീറോയിൻ മിനിസ്റ്റർ ലീയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്തയോടുകൂടി അവരെ ഫോളോ ചെയ്ത് മിനിസ്റ്റർ ലീയെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും അകത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ അവളെ പട്ടാളക്കാർ തടഞ്ഞു വെച്ചു. പെട്ടെന്നാണ് അവൾക്കൊരു ഐഡിയ തോന്നിയത്. ഞാൻ പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്ന പെണ്ണാണ്. മിനിസ്റ്റർ ലീയുടെ മേലെ ബാധയുണ്ട്. ഞാനിവിടെ വന്നത് മിനിസ്റ്റർ ലീയുടെ മേലെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന കാവൽക്കാർ പറഞ്ഞു, പിന്നെ നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പോകില്ല. നിന്റെ കയ്യിൽ തെളിവ് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ പ്രേതമുണ്ട് എന്നുള്ളതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിൽക്ക്, ഞാനിപ്പോൾ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട്, ദാ ഇത് പ്രേതങ്ങളെ പിടിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ അനങ്ങാതെ നിൽക്കണേ എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ എടുത്തു. ഫിൽറ്റർ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് അവരെ അത് കാണിച്ചു കൊടുത്തു. അത് കണ്ടതും അവർ ശരിക്കും പേടിച്ച് വിറച്ചുപോയി. ഇവൾ പ്രേതങ്ങളെ പിടിക്കാൻ കഴിവുള്ള പെണ്ണ് തന്നെയാണ്, ഇവിടെ പ്രേതമുണ്ട്, മിനിസ്റ്റർ ലീയെ പ്രേതം ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മിനിസ്റ്റർ ലീയുടെ അടുത്തോട്ട് അവളെ കൊണ്ടുപോയി. അവിടെ എത്തിയതും അവളെ ജയിലിനകത്തോട്ട് ഇട്ടിട്ട്, മേഡം എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ബാധ ഒഴിപ്പിച്ചു തരണം എന്നവർ ആവശ്യപ്പെട്ടു. അവര് പോയി എന്ന് ഉറപ്പ് വന്നപ്പോൾ മിനിസ്റ്റർ ലീയോട് ഹീറോയിൻ പറഞ്ഞു, വാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, ഞാൻ പറഞ്ഞ അവരെന്തും കേൾക്കും, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് അവൾ പറഞ്ഞപ്പോൾ മിനിസ്റ്റർ ലീ പറയുന്നു, വർഷങ്ങളായിട്ട് ഞങ്ങള് രാജാവിന്റെ വിശ്വസ്തരായ മിനിസ്റ്റേഴ്സ് ആണ്. എനിക്കൊരിക്കലും എംപററിനെയോ എംപറർ സ്റ്റോവേജറിനെയോ ചതിക്കാൻ കഴിയില്ല. ആണെങ്കിലും ഞാൻ സത്യസന്ധനായി മരിക്കത്തുള്ളൂ, കള്ളം ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാനാണ് നിങ്ങളോട് രക്ഷപ്പെടാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടില്ലേ എന്ന് അവിടുന്ന് ഒരു ശബ്ദം കേട്ടു. ആ പറഞ്ഞത് ആരാ എന്നറിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് അത് വേറെ ആരുമല്ല, നമ്മുടെ കിങ്ങും കൂട്ടരുമാണ്. മിനിസ്റ്റർ ലീയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതറിഞ്ഞ് അയാളെ രക്ഷിക്കാൻ വന്നതായിരുന്നു അവരും. താങ്കൾ എൻ്റെ കിങ് ആണ്, താങ്കൾ പറഞ്ഞത് എന്തും ഞാൻ അനുസരിക്കും എന്ന് മിനിസ്റ്റർ ലീ പറഞ്ഞപ്പോൾ, എന്നാ ഒന്നും ചിന്തിക്കേണ്ട, വേഗം വാ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാളെയും കൂട്ടി പോകുന്നു. മിനിസ്റ്റർ ലീയെ അറസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത് പ്രിൻസ് ഈച്ചിങ്ങിനെ ആയിരുന്നു. പ്രിൻസ് ഈച്ചിങ് വന്നതും മിനിസ്റ്റർ ലീ രക്ഷപ്പെട്ടതറിഞ്ഞ് അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല, ഇവിടെ തെരഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും തന്നെ കിട്ടും എന്ന് പറഞ്ഞ് അവരെല്ലാവരും മിനിസ്റ്റർ ലീയെ തപ്പി ഇറങ്ങി. ഇപ്പുറത്ത് കിങ്ങിനെയും മിനിസ്റ്റർ ലീയെയും കാത്ത് ഒരാൾ നിപ്പുണ്ടായിരുന്നു. അയാൾ മിനിസ്റ്റർ ലീയെ ഒരു സീക്രട്ട് ഭാഗത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് മിനിസ്റ്റർ ലീയുടെയും അയാളുടെയും ഡ്രസ്സുകൾ തമ്മിൽ മാറി പട്ടാളക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും രണ്ടു ഭാഗത്തോട്ട് പോവാൻ വേണ്ടി തീരുമാനിച്ചു. പ്ലാൻ ചെയ്ത പോലെ തന്നെ മിനിസ്റ്റർ ലീയുടെ ഡ്രസ്സ് ഇട്ട ആള് കുതിരപ്പുറത്ത് പ്രിൻസ് ഈച്ചിങ്ങിന്റെയും പട്ടാളക്കാരുടെയും മുന്നിലോട്ടി പാസ് ചെയ്തു. എല്ലാ പട്ടാളക്കാരും അയാളെ ഫോളോ ചെയ്തു പോയെങ്കിലും പ്രിൻസ് ഈച്ചിങ്ങിന് എന്തോ ഒരു സംശയം തോന്നുകയും അയാൾ വന്ന ഭാഗത്തോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ കിങ്ങും കൂട്ടരും മിനിസ്റ്റർ ലീയെ കൊണ്ട് രക്ഷപ്പെടുന്നത് കാണുകയും ചെയ്യുന്നത്. അത് കണ്ടതും, ഓ ഇതിന്റെ പിന്നിൽ നീയായിരുന്നോ, എന്നാ പിന്നെ നീ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കട്ടെ, ഞാനൊരു തടസ്സമാവുന്നില്ല എന്ന് പറഞ്ഞ് പ്രിൻസ് ഈച്ചിങ് ഒന്നും അറിയാത്ത പോലെ നിന്നു. ബ്ലൂ കൺട്രിയുടെ എൻട്രൻസ് കടന്നാൽ പിന്നെ അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിഞ്ഞ് അവര് എൻട്രൻസ് കടക്കാൻ വേണ്ടി ആ ഭാഗത്തോട്ട് പോയതും അവരെ സഹായിക്കാൻ വേണ്ടി ആ നാട്ടിലുള്ള എല്ലാ പ്രജകളും പട്ടാളക്കാരെ പിടിച്ചു വെക്കുകയും, ഇത്രയും നല്ല ഓഫീസിനെ എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയും ചെയ്തു. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഗ്യാപ്പിൽ അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് മിനിസ്റ്റർ സൂയി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മിനിസ്റ്റർ സൂയി നമ്മുടെ ഹീറോയിനെ ക്ലിയർ ആയിട്ട് കണ്ടു. അയാൾ തന്റെ ബോഡി ഗാർഡിനോട് പറഞ്ഞു, ഈ ഒരു ചാൻസ് മുതലാക്കി നീ എമിസേരിനെ ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മിനിസ്റ്റർ ലീയോട് കുറച്ചു നാളത്തേക്ക് സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. ശേഷം നമ്മുടെ കിങ് ഹീറോയിനോട് ചോദിക്കുന്നു, നീ ഇവിടെ വന്നത് മിനിസ്റ്റർ ലീയെ രക്ഷിക്കാനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, അല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു. എന്നാൽ നിന്റെ വീട് എവിടാന്ന് പറ, ഞാൻ നിന്നെ കൊണ്ടുവിടാം, അങ്ങനെയാവുമ്പോൾ എനിക്ക് കാണാമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നു, ഇപ്പൊ എന്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി എനിക്കും അറിയില്ല എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നീ എങ്ങോട്ടും പോകണ്ട, നീ തിരിച്ച് പാലസിലോട്ട് വാ, നിന്റെ ഹോം ടൗൺ എങ്ങനെയാണോ അങ്ങനെ നമുക്ക് ഈ രാജ്യത്തെ തന്നെ മാറ്റിയെടുക്കാം, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം, നിന്നെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ സൂയി ഏൽപ്പിച്ച ആൾക്കാർ അവിടെ വന്ന് അമ്പെയ്യുന്നത്. കിങ് കൃത്യസമയത്ത് അത് കാണുകയും അത് തടഞ്ഞ് അവളെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും കോങ്ങും കൂട്ടരും എല്ലാവരും ഓടിയെത്തി അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ സംഭവിക്കുന്നു. കൊലയാളികൾ വന്നത് ഹീറോയിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ കിങ്ങിനെയും കൂട്ടരെയും അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പുഴയിലോട്ട് എടുത്ത് ചാടി. ഹീറോയിൻ ചാടുന്നത് കണ്ട് നമ്മുടെ കിങ് അവളെ രക്ഷിക്കാൻ വേണ്ടി കൂടെ ചാടിയെങ്കിലും നമ്മുടെ കിങ് വീണോടത്ത് തന്നെ മുങ്ങുകയും ഹീറോയിൻ ഒഴുക്കിൽപ്പെട്ട് ഒഴുകി പോവുകയും ചെയ്തു. ഇതെല്ലാം കണ്ടോണ്ട് നിന്ന കൊലയാളികൾ തന്നെ പറഞ്ഞു, നല്ല ഒഴുക്കുള്ള പുഴയാണ്, ഇനി അവളെ നോക്കണ്ട, അവൾ മരിച്ചു എന്ന് പറഞ്ഞ് അവരും പോയി.
ഹീറോയെ എങ്ങനെയൊക്കെയോ കോങ്ങും കൂട്ടരും പുറത്തെടുത്തു. മിനിസ്റ്റർ ലീയെ രക്ഷപ്പെടുത്തിയത് കിങ് ആണെന്നറിഞ്ഞ് കിങ്ങിനെ വഴക്ക് പറഞ്ഞ എംപ്രസ് ഡോവേജറിനോട് കിങ് പറയുന്നു, നിങ്ങൾ ഇപ്പോഴും ഈ അന്ധവിശ്വാസം വെച്ചോണ്ട് നടക്കുകയാണോ? എന്റെ അച്ഛൻ മരിച്ചത് കനാൽ നിർമ്മിച്ചിട്ട് ശാപം കിട്ടിയിട്ടല്ല, മറിച്ച് അസുഖം വന്നാണ് മരിച്ചത്. നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞാൻ ആ കനാൽ നിർമ്മിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എംപ്രസ് ഡോവേജർ കിങ്ങിനെ അടിക്കുന്നു. പക്ഷേ കിങ് പറഞ്ഞു, ഈ രാജ്യത്തെ കിങ് ഞാനാണ്. ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ, വെള്ളത്തിന്റെ ക്ഷാമം മാറ്റാൻ കനാൽ ഞാൻ നിർമ്മിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എംപ്രസ് ഡോവേജർ മോനെന്തേലും പറ്റുമോ കരുതി കരയുന്നു. അമ്മ അടിച്ച സങ്കടത്തിൽ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് നമ്മുടെ ഹീറോയിനെ ഓർത്ത് കിങ് പറയാണ്, ലീ മെങ് മെങ് നീ എവിടെയാണ്? നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഈ ലോകത്ത് എന്നെ വിശ്വസിക്കാൻ, എന്റെ കൂടെ നിൽക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ വളരെ സങ്കടപ്പെടുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിനാട്ടെ ഒഴുക്കിൽ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യുക? വീട്ടിലോട്ട് പോകാനും കഴിയില്ല, കിങ്ങിനെ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു, കിങ്ങിൻ്റെ അടുത്തോട്ട് എങ്ങനെ പോവാന്നും എനിക്കറിയില്ല എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് കുറെ ആൾക്കാർ കുറെ സാധനങ്ങൾ കൊണ്ട് എങ്ങോട്ടോ പോകുന്നത് കണ്ടത്. അവരവിടെ നിന്ന സമയം കൊണ്ട് നമ്മുടെ ഹീറോയിൻ അവരറിയാതെ അവരുടെ വണ്ടിയിൽ കയറിയിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പാലസാണ്. പാലസിൽ നമ്മുടെ കിങ് ഹീറോയിനെ കാണാത്തതുകൊണ്ട് തന്നെ ഊണും ഉറക്കവുമില്ലാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഒരു പട്ടാളക്കാരൻ വന്ന് കിങ്ങിനോട് പറയുന്നത്, കിങ്ങെ ഞങ്ങൾ മാക്സിമം എല്ലായിടത്തും അരിച്ചു പെറുക്കി എമിസേരിനെ കണ്ടുകിട്ടിയില്ല, ചിലപ്പോൾ ഒഴുക്കിൽപ്പെട്ട് എമിസേരിക്ക് എന്തെങ്കിലും പറ്റിക്കാണുമെന്ന് പറഞ്ഞതും കിങ്ങിന് ദേഷ്യം വരികയും അയാളെ കൊക്കിന് പിടിച്ചിട്ട് മര്യാദയ്ക്ക് നിന്നോട് പറഞ്ഞ ജോലി ചെയ്താൽ മതി, നീ അവളെ കണ്ടുപിടിച്ചോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുന്നു. പുറത്ത് നമ്മുടെ ഹീറോയിൻ കയറിയ വണ്ടികൾ എത്തിയത് യാങ് സിറ്റിയിലാണ്. യാങ് സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരാണ് സൂയി ഫാമിലി. അവരുടെ വീട്ടിലോട്ടാണ് ആ ഗൂഡ്സ് ഒക്കെയും വന്നത്. തലേന്നൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് നല്ലോണം വിശന്നിരുന്നു. അവൾ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയതും അവൾ ബാഗ് അവിടെ വെച്ച് മറന്നിരുന്നു. ആ ബാഗ് അവിടെ ഉള്ള ഒരാൾക്ക് കിട്ടി. അയാൾ ആരുടെ ബാഗാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയതും നമ്മുടെ കിങ് ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റ് ടാഗ് അയാൾക്ക് കിട്ടി. ഭക്ഷണം തെരഞ്ഞുപോയ നമ്മുടെ ഹീറോയിൻ അവിടുത്തെ കിച്ചണിലെത്തുകയും അവിടെ ഫുഡ് ഇരിക്കുന്നത് കണ്ട് അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കി ആർത്തിയോടെ അത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് സൂയി ഫാമിലിയുടെ യങ് ലേഡി അങ്ങോട്ട് കയറി വരുന്നത്. അവൾക്ക് വേണ്ടി പ്രത്യേകം പാചകം ചെയ്ത വിലപിടിപ്പുള്ള ഭക്ഷണമായിരുന്നു അത്. ഹീറോയിൻ ഒരു ബെഗറാണെന്ന് കരുതി അവളെ പിടിച്ചു വെച്ചപ്പോഴാണ് അവളുടെ ബാഗുമായിട്ട് അവിടുത്തെ ആള് വരുന്നത്. അയാൾ അതിനുള്ളിൽ കിങ്ങിന്റെ ബെൽറ്റ് ടാഗ് കണ്ടിട്ട്, ഇത് വിലപിടിപ്പുള്ള സാധനമാണ്, ഇത് നിന്റെ കയ്യിൽ ഇരിക്കാൻ യാതൊരു കാര്യമില്ല, നീ എവിടുന്നോ കട്ടതാണ്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ പോലീസിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവള് അവിടുത്തെ യങ് ലേഡിയോട് പറയുന്നു, ഇത് ഞാൻ കട്ടെടുത്തതല്ല, എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടിയതാണ്, എന്നെ നിങ്ങൾ പോലീസിനെ ഏൽപ്പിക്കരുത്, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ കേട്ടോളാം എന്ന് പറയുന്നു. അപ്പോൾ യങ് ലേഡി ഒരു കോൺട്രാക്ട് കാണിച്ചിട്ട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ നീ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം, നീ ഇപ്പോൾ കട്ട് തിന്ന എൻ്റെ ഫുഡിന്റെ പൈസ പിടിച്ചിട്ട് നീ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം ഞാൻ നിനക്ക് തരാം, ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ സൈൻ ചെയ്യിപ്പിക്കുന്നു. ഇപ്പുറത്ത് നമ്മുടെ കിങ് ആട്ടെ അവളുടെ ഫോട്ടോയും കൈ പിടിച്ച് അവളെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കോങ് വന്ന് പറയുന്നത്, അന്ന് ഹീറോയിനെ കൊല്ലാൻ വന്ന ആൾക്കാർ മിനിസ്റ്റർ സൂയി പറഞ്ഞു വിട്ട ആൾക്കാരാണെന്ന്. പിറ്റേന്ന് രാജ്യസദസ്സിൽ നമ്മുടെ കിങ് എല്ലാ മിനിസ്റ്റേഴ്സിനോടും കനാലിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു. അപ്പോൾ മിനിസ്റ്റർ സൂയി പറഞ്ഞു, രാജാവെ കനാൽ നിർമ്മിക്കരുത്, അത് രാജ്യത്തിന് ദോഷമാണ്. പക്ഷേ പ്രിൻസ് ഹീച്ചിങ് പറഞ്ഞു, രാജാവിന്റെ ഐഡിയ ആണ് കറക്റ്റ്, കനാൽ വന്നാൽ നമ്മുടെ രാജ്യം വരൾച്ചയിൽ നിന്നും രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ മിനിസ്റ്റർ സൂയും മിനിസ്റ്റർ സൂയിനെ ഫോളോ ചെയ്യുന്ന കുറെ മിനിസ്റ്റേഴ്സും കൂടി രാജാവിന്റെ അഭിപ്രായത്തിന് എതിര് പറയുകയും അവർ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് കണ്ടിട്ട് നമ്മുടെ കിങ് പറഞ്ഞു, മെജോറിറ്റി ആൾക്കാരും കനാൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ തീരുമാനം ഉറപ്പിച്ചു, കനാൽ നിർമ്മിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് യോഗം പിരിച്ചുവിട്ടു. തിരിച്ച് വീട്ടിലെത്തിയ മിനിസ്റ്റർ സൂയായിട്ട് തന്റെ വാക്കിന് ഒരു വിലയും ഇപ്പോൾ കിങ് തരാറില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. ആ വീട്ടിലെ ഏറ്റവും താഴ്ന്ന ജോലിക്കാരിയായാണ് അവളെ നിയമിച്ചത്. ആദ്യത്തെ ദിവസം തന്നെ ഒരു കൂറ്റൻ തുണികൾ കൊടുത്തിട്ട് ഇത് മുഴുവൻ നീ ഇപ്പോൾ അലക്കി തീർക്കണമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് പോയി. നമ്മുടെ ഹീറോയിൻ മോശക്കാരിയൊന്നുമല്ല, അവൾ ഒരു വാഷിംഗ് മെഷീൻ തന്നെ കണ്ടുപിടിച്ചു. പോട്ടെ, കറണ്ടിലേലും കൈകൊണ്ട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് അലക്കണ്ടല്ലോ, കാലുകൊണ്ട് സൈക്ലിംഗ് ചെയ്താൽ പോലെ എന്ന് കരുതി ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് യങ് ലേഡി അതിലെ വന്നത്. അപ്പോൾ വാഷിംഗ് മെഷീൻ കണ്ടിട്ട് നമ്മുടെ ഹീറോയിനെ ഒരുപാട് പുകഴ്ത്തുകയും അവളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വീട്ടിലെ ജോലിയിൽ നിന്നും യങ് ലേഡിയുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു സെർവന്റായി അവൾ മാറി. യങ് ലേഡിയെ ഒന്നുകൂടി ഇംപ്രസ് ചെയ്യാനായി നമ്മുടെ ഹീറോയിൻ ഫാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തി യങ് ലേഡിയെ ഇംപ്രസ് ചെയ്ത് അവൾ അവിടുത്തെ ഹെഡ് സെർവന്റായി മാറി. ഇപ്പോൾ അവൾക്ക് ജോലി ചെയ്യണ്ട, എല്ലാവരെ കൊണ്ടും ജോലി ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെ അന്നത്തെ ദിവസത്തെ എല്ലാ പണിയും കഴിഞ്ഞ് അവൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് വന്നിരുന്നപ്പോഴാണ് അവൾ കിങ്ങിനെ ഓർത്തത്. ചിയാൻ, നീ ഇപ്പോൾ എവിടെയാണ്, നീ എന്തെടുക്കുക, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ഓർക്കാൻ തുടങ്ങി. അവൻ അവളെ പ്രൊപ്പോസ് ചെയ്ത കാര്യം, ലാസ്റ്റ് അവർ സംസാരിച്ച കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു. ചിയാൻ, നീ എവിടെയാണേലും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് അവൾ പറഞ്ഞു. ഇപ്പുറത്ത് നമ്മുടെ കിങ്ങും ഉറക്കം വരാതെ അവളെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. കിങ്ങിന്റെ വിഷമം കണ്ടിട്ട് ലൂ പറയുന്നു, കിങ്, എമിസേരി ചിലപ്പോൾ അവളുടെ വീട്ടിൽ എത്തിക്കാണും, അവൾ ഒരുപാട് ഭാഗ്യമുള്ള കുട്ടിയാണ്, അവൾക്കൊന്നും സംഭവിക്കത്തില്ല,
നിങ്ങളിങ്ങനെ സ്വയം വിഷമിച്ച് ഇല്ലാണ്ടാവരുത് എന്ന് പറഞ്ഞപ്പോൾ അവനും വിചാരിക്കുന്നു ശരിയാ, അവൾ എത്തിക്കാണും, സേഫായിട്ട് എത്തിക്കാണും എന്ന് കരുതി അവൻ കിടക്കാൻ പോകുന്നു. കിടന്നിട്ടും ഉറക്കം വരാതെ രണ്ടുപേരും പരസ്പരം ആലോചിച്ച് സങ്കടത്തോടെ കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്